രണ്ടുപേരും ഇവിടെ വർഷങ്ങൾ തേച്ചു. ആദ്യം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത ലെനിനും പിന്നെ വേറെ ആരുടെയും കൂടി പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും കൂടെ തുടർന്ന് സഞ്ചരിക്കാൻ ഉള്ള എന്താ പറയാ തോന്നലുണ്ടാവട്ടെ, അതിനുള്ള മനസ്സിലതിനുള്ള ഒരാഗ്രഹം ഉണ്ടാവട്ടെ. ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. പുതിയ ആൾക്കാരാണ്. ഇത് എന്താണ് പറയാ, പ്രൊഫൗണ്ട് ചേഞ്ച് ആണ് ഇൻ പേഴ്സണാലിറ്റി. സമഗ്രമായ ഒരു വ്യക്തിത്വ പരിണാമം. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വ്യത്യസ്ത അളവുകളിലായിരിക്കും എന്നേ ഉള്ളൂ. കാരണം അതില്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ കൂടുതൽ ബുക്കുകളിൽ കൂടി പോവാൻ ശ്രമിക്കുന്നുണ്ട്. വെറും പേഴ്സണൽ ഷെയറിംഗിൽ മാത്രമല്ല നിൽക്കുന്നത്. അത് ഞാൻ ആദ്യം ഇത് പറഞ്ഞോട്ടെ. കാരണം എന്താണെങ്കിൽ നമ്മളുടെ ഓരോ മീറ്റിങ്ങുകളും നമ്മൾക്ക് കൂടുതൽ ലിറ്ററേച്ചറായിട്ടും പ്രോഗ്രാമായിട്ടും നമ്മൾ ബന്ധപ്പെടാനുള്ള ഒരു അവസരം കൂടിയായിട്ട് മാറട്ടെ. അപ്പോൾ വെറും എൻ്റെ കുടിച്ച കഥകളോ അല്ലെങ്കിൽ എൻ്റെ കഥകളോ മാത്രം ഊന്നി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രീതി അങ്ങനെയാണെന്ന് ചോദിച്ചോളൂ. എനിക്ക് എൻ്റെ പഴമക്കാരാദ്യം എനിക്ക് കാണിച്ചു തന്നതും അങ്ങനത്തെ രീതിയാണ്. സ്വന്തം അനുഭവങ്ങളും അതോടുകൂടി ലിറ്ററേച്ചറുകളിലുള്ളതും ഒക്കെ കൂടി ചേർത്ത് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. കാരണം ജീവിത രീതിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും ആവശ്യം വരും. കൂടെ ജീവിത രീതിയിൽ ബാക്കി പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പൊ ആദ്യമായിട്ട് ഈ പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ വരാവുന്ന ഒരു പരിണാമം, വ്യക്തിത്വത്തിൽ വരുന്ന ഒരു പരിണാമമാണ്. ആ പരിണാമത്തിനെ കുറിച്ച് പല സ്ഥലത്തും ബിഗ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടങ്ങുന്നത് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് ഡോക്ടറുടെ അഭിപ്രായം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് അദ്ദേഹം ഡോക്ടർ സിൽക്വർത്ത് പറയുന്നത് പൂർണ്ണമായ ഒരു മാനസിക മാറ്റം ഇത്തരം ഒരാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ രോഗശമനത്തിന് സാധ്യത വളരെ കുറവാണ്. ഇത് ഇവിടെ ആദ്യം ഡോക്ടർ സിൽക്വർത്ത് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ രണ്ടാമത്തെ അധ്യായത്തിന് ഒരു പരിഹാരമുണ്ട് എന്നുള്ള സ്ഥലത്ത് കാൾ യുങ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. റൗളൻ ഡച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ്മാൻ കാൾ യുങ്ങിന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയിട്ട് അയാൾക്ക് പിന്നെ ഒരു തവണ കൂടി റിലാപ്സ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാ പോയത്. അമേരിക്കയിലുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അന്നത്തെ കാലത്ത് ഇത്രയൊന്നും ഫ്ലൈറ്റുകളൊന്നും ഇല്ലല്ലോ. 1930 കാലഘട്ടങ്ങളിലാണ്. 33 ആയിട്ടില്ല, അല്ലെങ്കിൽ 32, 33 ആ കാലഘട്ടം. അപ്പോൾ ഇത്രയധികം ഇതൊന്നുമില്ല. അറ്റ്ലാന്റിക് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ കപ്പലിലൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഒരു തവണ അയാൾ പോയി അവിടെ ചികിത്സ കഴിഞ്ഞു, തിരിച്ച് അമേരിക്കയിൽ വന്നു. കാരണം യൂറോപ്പിലാണ് കാൾ യുങ് ഉള്ളത്. കാൾ യുങ്ങിനെ കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട്, കാൾ യുങ് എന്ന് പറഞ്ഞാൽ അന്നത്തെ രണ്ട് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡും രണ്ട് കാൾ യുങ്ങും. കാൾ യുങ്ങിന്റെ അടുത്ത് ചെന്ന് ഈ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്ന് രണ്ടാമതും റിലാപ്സ് ആയതിനു ശേഷം വീണ്ടും അയാൾ പോകണം. അങ്ങനെ പോണ സമയത്താണ് അയാള് ചോദിക്കുന്നത്, അതായത് ഡോക്ടർ പറഞ്ഞപ്പോ ആശയറ്റ സ്ഥിതിയിലേത്തൊരു മദ്യപാനാസക്തന്റെ മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ഇത്തരം മാനസികാവസ്ഥയിലെത്തിയ ഒരാളും രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും കാൾ യുങ്. അപ്പൊ ഇത്രയും എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ ഉള്ളിലാക്കി നരകത്തിന്റെ വാതിൽ കൊട്ടിയടച്ച പ്രതീതി നമ്മുടെ സ്നേഹത്തിനുണ്ടായി എന്നാണ് പറയുന്നത്. എന്നിട്ട് അയാൾ ചോദിക്കാറ്, ഇതിനൊക്കെ അപവാദങ്ങളും ഉണ്ടാവില്ലേ, അല്ലാത്തവരും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഇത്. അപ്പൊ അവിടെ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യചേതനയിൽ വളരെ ബൃഹത്തായ വൈകാരികമായ മാറ്റിമറിക്കലായോ പുനഃക്രമീകരണങ്ങളായാണ് ഇവ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ആത്മീയമായ അനുഭവം.
അതിൽ കൂടെ സംഭവിക്കുന്ന എന്താണ്? ഇത് പുനഃക്രമീകരണം അല്ലെങ്കിൽ വൈകാരികമായ മാറ്റിമറിക്കൽ, ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ടോ അവിടെ അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു 2 വരിയുണ്ട് ബിഗ് ബുക്കില്. അത് വളരെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മളെ എന്താ പറയാ കാഴ്ചപ്പാട് തരുന്ന, ഇത് അനുഭവപ്പെടുന്ന ആളിനെ നാളെ ഇതുവരെ നയിച്ചിരുന്ന ആശയങ്ങളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും പെട്ടെന്ന് തട്ടിമാറ്റിക്കൊണ്ട് നൂതനങ്ങളായ ഒരു പറ്റം ധാരണകളും ഉദ്ദേശങ്ങളും അവനെ നിയന്ത്രിക്കാൻ ഇടവരും. വാസ്തവം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വൈകാരിക പുനഃക്രമീകരണം നിങ്ങളിലും ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇത് വൈകാരിക പുനഃക്രമീകരണം. ഈ പുനഃക്രമീകരണമാണ് നമ്മളിലൊക്കെ കടന്നു വന്നാൽ മാത്രമേ മദ്യപാനത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് വേറെ 1-2 സ്ഥലത്തും നമുക്ക് കാണാം. ഞാൻ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് ബിഗ് ബുക്കിന്റെ അനുബന്ധങ്ങൾ എടുക്കാം. അനുബന്ധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ അനുബന്ധം ഉണ്ട്, ആത്മീയ അനുഭവം, 214 പേജ്, മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. അതില് ആത്മീയ അനുഭവം എന്നുള്ള ഇതില് ഒരു കാര്യമുണ്ട്. സുഖം പ്രാപിക്കണമെങ്കിൽ അവർ അക്രാന്തമായ ഒരു ഈശ്വര ബോധത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്നും പെട്ടെന്ന് തന്നെ ചിന്തയിലും സമീപനത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നും അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ആയാൽ മാത്രമേ സുഖം പ്രാപിക്കുള്ളൂ എന്ന് ഇത് പറഞ്ഞിട്ടുള്ളത് എന്താ പറയാ ഈ ആത്മീയ അനുഭവത്തിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു നോട്ടിലാണ്. ബിൽഡബ്ല്യുവിന്റെ ഇതാണ് ഒരു അനുബന്ധമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അനുബന്ധം 3 വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. അതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അന്നത്തെ കാലത്ത് പ്രശസ്തനായ ഡോക്ടർ ജോൺ ഈ എയെ പറ്റി വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ളതിൽ 1, 2, 3, 4, 5, 6 പേരോളം 5 പേരാണ് ഇതിൽ നമുക്ക് ഫേമസ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റുകളും അതുപോലുള്ള പ്രസിദ്ധരായിട്ടുള്ള അന്നത്തെ മനഃശാസ്ത്രജ്ഞരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. മനഃശാസ്ത്രജ്ഞർ മാത്രമല്ല, ഡോക്ടർമാരുണ്ട്, ന്യൂറോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതില് ഡോക്ടർ ജോൺ എഫ് സ്റ്റോഫൺ, ചീഫ് സൈക്കാട്രിസ്റ്റ്, ഫിലാൻഡി ജനറൽ ഹോസ്പിറ്റലിലത്തെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. എയെ പറ്റി തന്റെ അനുഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫിലാൻഡി ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കിട്ടുന്ന മദ്യപരിൽ ഭൂരിഭാഗവും സ്വകാര്യ ചികിത്സയ്ക്ക് ആവശ്യമായ പണമില്ലാത്തവരാണ്. അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്ന മാർഗങ്ങളിൽ എയുടെ കിടപിടിക്കാവുന്ന മറ്റൊന്നില്ല. ഇത് ഈ സ്റ്റേറ്റ്മെന്റുകളും ഇവരുടെയൊക്കെ സർട്ടിഫിക്കേഷനുമാണ് ഒരു കാലത്ത് നമുക്ക് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആൽക്കഹോളിക്സ് അനോണിമസിനെ ഇല്ലെങ്കിൽ ആൽക്കഹോളിസത്തിന്റെ ഒരു രോഗമായിട്ട് അംഗീകരിച്ചതും അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനും പിന്നീട് എന്താ പറയുക നമുക്ക് ലാസ്കാർ അവാർഡൊക്കെ തന്ന മറ്റു പൊതുസംഘടനകളും എല്ലാം അംഗീകരിച്ചത്. എന്നിട്ട് നോക്കൂ എന്താണ് എയോട് കിടപിടിക്കാവുന്ന മറ്റൊന്നില്ല. അവർ ചിലപ്പോഴൊക്കെ ഇവിടം സന്ദർശിക്കുമ്പോൾ, അതായത് എക്കാരുടെ കാര്യമാണ് പറയുന്നത്, അവർക്ക് വന്ന് വ്യക്തിത്വത്തിലുള്ള മാറ്റം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ അവർ മാറിയിരിക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി. തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മാറ്റം. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ പഴയ കാലവും ഇന്നത്തെ കാലവും കൂടി താരതമ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എല്ലാ ഫീൽഡിലും, വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവനവന്റെ ചിന്തകളുടെ ഫീൽഡിലായാലും, കർമ്മസ്ഥലത്തിന്റെ അതായത് ജോലി എടുക്കുന്ന സ്ഥലത്തായാലും, ഫാമിലിയിലായാലും, സൊസൈറ്റിയിലായാലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ബിൽഡബ്ല്യു ഒരു ലെറ്റർ അയച്ച ഇതില് ബിൽഡബ്ല്യുവിന് വന്ന ഒരു ലെറ്ററിന്റെ മറുപടിയില് നമ്മൾ ആസ്പിൽ സീസിന്റെ ഫസ്റ്റ് എന്താ പറയാ പേജാണ്, പേഴ്സണാലിറ്റി ചേഞ്ച് എന്നാണ് അതിന്റെ പേര്. ആ ഫസ്റ്റ് പേജിന്റെ ഇത് ലെറ്റർ 1940. അതിന് പറയുന്നുണ്ട്, അത് ആരോ ഒരു ആൽക്കഹോളിക് അയച്ചതിന് മറുപടി അയച്ചാണ്. പിന്നെ അതിലത്തെ അദ്ദേഹം പറയുന്ന ഭാഗത്താണ്,
But anyone who knows the alcoholic personality by first-hand contact knows that no true alkie ever stops drinking permanently without undergoing a profound personality change. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മുടെ ശരിക്കും ഉള്ളൊരു ആൽക്കഹോളിസത്തിനെ കുറിച്ചിട്ടും ഒരു ആൽക്കഹോളിക് പേഴ്സണാലിറ്റിയെ കുറിച്ചും അറിയുന്ന ഒരാൾക്ക്, ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ള, ഫസ്റ്റ് ഹാൻഡ് കോണ്ടാക്ട് ഉള്ളവർക്ക്, അത് നമ്മളുടെയൊക്കെ ഏറ്റവും ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആവാം, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആവാം, ജോലി സ്ഥലത്തുള്ള ഏറ്റവും സുപ്പീരിയറോ അല്ലെങ്കിൽ നമ്മളുടെ സബോർഡിനേറ്റോ ആയിരിക്കാം. അപ്പൊ അവർക്ക് ഇതൊരു കാര്യം അറിയാം, നോ ട്രൂ ആൽക്കി എവർ സ്റ്റോപ്സ് ഡ്രിങ്കിങ് പെർമനന്റ്ലി വിതൗട്ട് അണ്ടർഗോയിങ് എ പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച്. ഡോക്ടേഴ്സും ആവാം. അപ്പൊ ഈ ഒരു കാര്യം കൂടി LW കൂടി ഇവിടെ ആണായിട്ട് ഒന്നും കൂടി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലിപ്പോ ചോദിക്കാൻ എന്താ പറയാനുള്ളത്? കാരണം അത്രയധികം അതോറിറ്റിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ചിലപ്പോൾ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാ ഞാൻ ഈ പണിക്കൊക്കെ പോകണം? ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൊല്യൂഷൻ എന്നുള്ള സ്ഥലത്തും അത് കഴിഞ്ഞ് പിന്നീട് സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യേണ്ട ആ ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. 12 and 12 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഞാൻ ഈ പണിക്കൊക്കെ പോകണത്. എൻ്റെ ആത്മപരിശോധന അല്ലെങ്കിൽ എന്താ പറയുക, പരിഹാരം ചെയ്യല്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഡിഫക്ട്സിനെ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പല സ്ഥലത്തും അഭിപ്രായങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള ആൻസർ ആണത്. നമുക്ക് ഇതുപോലെ കൃത്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റില് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലത് പതി. ഇതാണ് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ. ഞാൻ ഫസ്റ്റ് ആൽക്കഹോളിക്സ് അനോണിമസിൽ എന്നെ ആദ്യം കണ്ടുമുട്ടുന്നത് 99-ലാണ്. 99-ൽ ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആകുന്ന, സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ആയത്. അവിടെ 5 സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. 4 സീനിയർ സൈക്കാട്രിസ്റ്റും ഒരു അത്ര തന്നെ സീനിയർ ഇല്ലാത്തവരും. അതില് എന്നെ ചികിത്സിച്ചിരുന്ന സൈക്കാട്രിസ്റ്റ്, എന്നെ മെയിനായിട്ട് നോക്കിയിരുന്നു. കാരണം അവിടെ ധാരാളം മേജർ ആയിട്ടുള്ള സൈക്കാട്രിക് പേഷ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. 2 വാർഡ് ഫുള്ള്. ഞങ്ങൾ 2 ആളെ അതിൽ ആൽക്കഹോളിക്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരു കാലത്ത് ഒരാൾ വേറൊരാൾ വരെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ആയിട്ട് രണ്ടാമത് ഞാൻ അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് വേറൊരാളും കൂടി വന്നു. അങ്ങനെ ഒരു 4 പേരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അവിടെ വെച്ച് ആൽക്കഹോളിസം ഉള്ള ആൾക്കാർ. അപ്പൊ അന്ന് അവിടെ ഫസ്റ്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്നോട്, എനിക്ക് അന്ന് തന്നെ മീറ്റിങ്ങിന്, ഈവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ എല്ലാ സൺഡേ മീറ്റിങ്ങിന് പുറത്ത് സിറ്റിയിലുള്ള മീറ്റിങ്ങിന് പോകാനുള്ള പെർമിഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അത് എനിക്ക് എന്നെ ചികിത്സിച്ച ആ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അലോക് പാണ്ഡെ, ഒരിക്കലും അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് പോയി 2 പ്രാവശ്യം പോയി കണ്ടിരുന്നു. അദ്ദേഹം ഇന്ന് എന്താ പറയാ, പോണ്ടിച്ചേരിയില് അരവിന്ദാശ്രമത്തിന്റെ ക്ലിനിക്കല്ല, അവിടെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യാം, ഫ്രീ സേവനം. വെറും സൈക്കാട്രിസ്റ്റ് ആയിട്ടല്ല, സാധാരണ മെഡിക്കൽ ഡോക്ടറായിട്ട്, MBBS ഡോക്ടർ, MBBS കഴിഞ്ഞിട്ടല്ലോ സൈക്കാട്രിക്ക് പോകുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ സേവനം ചെയ്യാം വർഷങ്ങളായിട്ട്. എനിക്ക് തോന്നുന്നൊരു 20 വർഷത്തെ കൂടുതലായി അവിടെ. എന്തായാലും അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞത് ഒരു സ്പിരിച്വൽ ഒരു ഇതില്ലാണ്ട്, കാരണം എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി. എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ചേഞ്ച് വരാണ്ട് ഒന്നും സാധിക്കില്ല. അപ്പൊ എനിക്ക് അന്ന് അറിയില്ല എന്താണ് സ്പിരിച്വാലിറ്റി. ഞാൻ ചോദിച്ചു, എനിക്ക് റിലീജിയൻ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. റിലീജിയൻ ഉണ്ട്, അമ്പലമുണ്ട്, പള്ളിയുണ്ട്, അതുപോലൊക്കെ ഓരോ സ്ഥാപനങ്ങളുടെ ഗുരുദ്വാരുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ അവിടെയൊക്കെ പോവാറുണ്ട്. അവിടെ പോയിട്ട് വല്ല അന്നദാനത്തിന് ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകും. അവിടെയൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് ചിലപ്പോൾ സഹായിക്കാനും അവിടെ നിൽക്കും. പക്ഷെ അധികം നേരം നിൽക്കില്ല. കുറച്ചു നേരം സഹായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് കുറച്ച് കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതുകളൊക്കെ നടക്കുകയായിരുന്നു. ഇന്ത്യയിൽ പല സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് സ്പിരിച്വൽ. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, എന്താണ് സ്പിരിച്വൽ ബേസ് എന്ന്.
അപ്പൊ പറഞ്ഞു അവനവനിലൊരു ചേഞ്ചാണ് വരുത്തേണ്ടത്, മാനസികമായ ഒരു ചേഞ്ച് വരുത്തണം, അതിനെ ഒരു മാർഗമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി, എന്താണ് ഇത് പറയൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ധാരാളം ബുക്സ് അവൈലബിൾ ഉണ്ട് മാർക്കറ്റിൽ, ഏതെങ്കിലും മേടിക്കൂ. ഞാൻ എന്റെ ഇഗ്നോറൻസ്, എന്റെ അറിവില്ലായ്മ ഞാൻ അദ്ദേഹത്തോട് ഞാൻ തുറന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്ന എന്റെ ആ ഒരു തുറന്ന സമീപനം ചിലപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് ആകർഷണീയമായി തോന്നിയിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഒരു 1-2 ബുക്സ് പ്രിസ്ക്രൈബ് ചെയ്യൂ, അതിൽ ഏതാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ വാങ്ങിക്കാം. അങ്ങനെ അദ്ദേഹം എനിക്കൊരു ബുക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. ഞാൻ പോയി. പിന്നെ അപ്പൊ സൺഡേസിൽ തുറക്കില്ല ബുക്ക് സ്റ്റോൾ. അപ്പൊ എനിക്കൊരു വർക്കിംഗ് ഡേയിൽ, ഇൻ ബിറ്റ്വീൻ വർക്കിംഗ് ഡേയിൽ എനിക്ക് അവിടുന്ന് വീണ്ടും പാസ് തന്നു, പോയി ബുക്ക് വാങ്ങിക്കൊണ്ടു. അത് വായിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയത് AM. കാരണം മീറ്റിങ്ങുകളിൽ കൂടെ തന്നെ എനിക്ക് എന്റെ 2ാമത്തെ മീറ്റിങ്ങിൽ എനിക്ക് ഉറപ്പായി എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തന്നെ പറ്റും എന്നതും. അതിലെനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് എന്താണ്, എനിക്ക് 2ാമത്തെ പാരമ്പര്യം. കാരണം എനിക്ക് തന്ന പാംപ്ലെറ്റ്സുകൾ ഞാൻ പിന്നെ ഇവിടെ വാർഡിൽ കൊണ്ടുവന്നിട്ട് വായിക്കുന്ന സമയത്ത് സെക്കൻഡ് ട്രഡീഷൻ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് എനിക്ക് പറ്റിയ സ്ഥലം ഇതുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവിടെ ആരും ഭരണാധികാരികളില്ലെന്ന്. അത് പറഞ്ഞ കാരണം ഞാൻ ടോട്ടലി ഒരു റെബലാണ്. ഞാൻ പണ്ട് മുതൽ ഒരാളെ അനുസരിക്കില്ല, ഒന്നും ചെയ്യില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് അങ്ങനെ പ്രശ്നമില്ല, ഇവിടെ ആരും നമ്മളുടെ മുകളിൽ കയറി ഭരിക്കാൻ പറ്റില്ല എന്നൊക്കെ. അതൊക്കെ അന്നത്തെ കാലം. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞു നിന്നിരുന്നു അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനവിടെ ഡിസ്ചാർജ് ആയി പോയി. ഞാൻ പിന്നെയും എന്താ പറയാ സ്ലിപ്പും റിലാപ്സും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. 6 മാസം കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ പോയി അവിടെ. അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കുടിച്ചു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, പല പ്രശ്നങ്ങളും ലോങ് ആഗോ. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ ഒരു 7 years എടുത്തു. 2006 മുതൽ എനിക്ക് സുബോധം കിട്ടി തുടങ്ങി. ഇപ്പോഴുള്ള ഈ കണ്ടിന്യൂസ് സോബറൈറ്റി എനിക്ക് 23rd October 2006, അന്ന് 16 അപ്പൊ 6 ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ ലാസ്റ്റ് ഡ്യൂട്ടി 19 വർഷവും. ഓക്കെ. അപ്പൊ ഇതില് അന്ന് സംഭവിച്ച ചില കാര്യങ്ങൾ, അത് കഴിഞ്ഞ് 2ാമത് ഞാൻ ഏരിക്ക് വന്നപ്പോൾ അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് കുറച്ച് കിട്ടിയ എയുടെ ടിപ്സും എയുടെ പാംഫ്ലെറ്റുകളും ഇതൊക്കെ വായിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് അതിനിടയ്ക്ക് എനിക്ക് 3 കൊല്ലം 7 മാസം ഞാൻ കുടിക്കാതിരുന്ന കാലമുണ്ട്. പക്ഷെ അവിടെ നിന്നും ഈ പറഞ്ഞ പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് പോയിട്ട് ഒരു സിംഗിൾ പേഴ്സണാലിറ്റി ചേഞ്ച് പോലും വന്നു. ഞാൻ വളരെ അറഗന്റ് ആയി. ഞാൻ വളരെ ഏറ്റവും അധികം പ്രീജുഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ മുൻവിധികൾ. എന്നെ എന്താ പറയുക, എന്നെ നയിച്ചിരുന്ന തന്നെ എൻ്റെ പഴയായിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു. ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ ഉള്ള എന്തൊക്കെയോ ചില അറിവുകൾ ഞാൻ നേടിയിട്ട് ആ അറിവുകൾ ധാരാളം വായിക്കുക. ഇപ്പോഴാണ് വായനയൊക്കെ കുറഞ്ഞു, ധാരാളം വായിക്കുക. അപ്പൊ ആ അറിവുകൾ വെച്ചിട്ടുള്ള എൻ്റെ മുൻവിധികള്, മറ്റുള്ളവരെ വിധിക്കല്, ജഡ്ജ് ചെയ്യല്, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മുടെ ആളുകൾ പറയുന്ന DIR എന്ന് പറയും, ഡിസ്കണ്ടന്റ്, ഇറിറ്റബിൾ ആൻഡ് റെസ്റ്റ്ലെസ്. ഈ ഒരു ബിഹേവിയർ ആയിരുന്നു. സംതൃപ്തി എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വലിയ സാമ്പത്തികമായ ഗോളുകളോ ആഗ്രഹങ്ങളോ അതിലൊന്നുമല്ല എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ എല്ലാം നടക്കും. അതായിരുന്നു എൻ്റെ. അതിലെനിക്ക് ഒരിക്കലും കാരണം നടക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നടന്നിരുന്നില്ല. അതിലൊക്കെ എനിക്ക് ഞാൻ വളരെ ഇറിറ്റബിൾ ആയിരുന്നു, അതേപോലെ റെസ്റ്റ്ലെസ് ആയിരുന്നു, ടോട്ടലി ഇതുമായിരുന്നു, എന്താ പറയാ, ഡിസ്കണ്ടന്റ്, തൃപ്തിയില്ലായ്മ, ആകെ ഒരു വെറുപ്പ് പിടിച്ചൊരു ജീവിതം. പിന്നെ സ്വസ്ഥത ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 2ാമത് വന്നപ്പോ എനിക്ക് എൻ്റെ ആദ്യകാല സ്പോൺസർ കിട്ടി. അപ്പൊ എൻ്റെ ആദ്യകാല സ്പോൺസറാണ് എന്നെ ലിറ്ററേച്ചറിലേക്ക്. അതിന് അദ്ദേഹത്തിന് എത്ര കൂപ്പി കൊടുത്താലും, കാരണം ലിറ്ററേച്ചറുള്ള ബുക്കുകൾ വാങ്ങിക്കൽ മാത്രമല്ല, അന്നത്തെ കാലത്ത്, അതായത് വേ ബാക്ക് 2006, എനിക്ക് എത്രയോ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അദ്ദേഹം പാഴ്സൽ എന്ന് പറഞ്ഞാൽ ബുക്ക് പോസ്റ്റ് ആയിട്ട് അയച്ചു തന്നു.
ഇന്നത്തെ കാലത്തൊക്കെ ഒരു പേജ് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 രൂപ കണ്ടു. അത് ചെന്ന് കഴിഞ്ഞാൽ ബൾക്കായിട്ട് എടുക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ചിലടത്ത് 10 രൂപ മേടിക്കും ഒരു പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ട്. അങ്ങനെ ധാരാളം എത്ര കെട്ടുകണക്കിന് പേജുകളാണ് എനിക്ക് പല സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് എനിക്ക് തന്നിരുന്നത്. ഞാനിത് പറഞ്ഞു വരണമെന്ന് വേറൊരു ആവശ്യമില്ല, കൂടി പറയാം. അങ്ങനെ ധാരാളം ഇൻഫർമേഷൻ കൊണ്ട് ഞാൻ ഫ്ലഡഡ് ആയി. എയുടെ പല പല ഇൻഫർമേഷൻ വന്നൊക്കെ ഞാൻ വായിക്കും. അന്ന് ഈ ഫോണൊന്നും ഇങ്ങനത്തെ ഫോണല്ലോ, മറ്റേ ബട്ടൺ ഫോണാണ്. പിന്നെ ഞാൻ എയിൽ വന്നതിന് ശേഷമാണ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് അതായത് ഒക്ടോബർ കഴിഞ്ഞ് 2006 ഡിസംബർ എൻഡിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നത്, ബട്ടൺ ഫോൺ. അപ്പൊ അതിലൊക്കെ SMS ഒക്കെ വരുന്നല്ലാണ്ട് SMS ലിമിറ്റ് ഉണ്ടല്ലോ, എത്ര നമുക്ക് അയക്കാനും ഫോർവേഡ് ചെയ്യാനൊക്കെ പറ്റും. എന്നാലും ധാരാളം SMS അന്ന് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ, അപ്പൊ ഇൻഫർമേഷൻ കൊണ്ട് വല്ലാണ്ട് ഫ്ലഡായി. ഇതുകൊണ്ടൊന്നും പക്ഷെ എന്റെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നീട് ഇൻവെന്ററി എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു 2-2.5 വർഷം അങ്ങനെ പോയി. ധാരാളം ഇൻഫർമേഷൻ. അത് എനിക്ക് ഇൻഫർമേഷന്റെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഫ്രീ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ മാസത്തിലൊരിക്കലും അദ്ദേഹത്തിനെ കാണാൻ പോകും. ആ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ബൈ ഹാൻഡ് തരും, അല്ലെങ്കിൽ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്യും, ദേവറിനെ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഈ ബുക്ക് പോസ്റ്റ് ആകുമ്പോൾ മിസ്സാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് കാരണം അതാണ് പറയണത്. അപ്പൊ ഞാൻ പോസ്റ്റ്മാനായിട്ട് ഞാനത് കുറച്ചും കൂടി എന്താ പറയുക കെയർഫുൾ ആയിട്ട് നോക്കൂല്ലോ, പോസ്റ്റ്മാനായിട്ട് ഞാനൊന്ന് ബന്ധപ്പെടുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ആ ഇൻഫർമേഷൻ മുഴുവൻ കിട്ടിക്കഴിഞ്ഞിട്ടും ഒരു 2 വർഷം ഒക്കെ ആയ സമയത്ത് ഞാൻ ആദ്യം വല്ലാതെ ഡിസ്കണ്ടന്റ് ആയി. എന്റെ എല്ലാവിധ ഹോപ്പുകളും നഷ്ടപ്പെട്ടു ജീവിതത്തിനോട് തന്നെ. കാരണം അപ്പോഴേക്കും നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ തുടങ്ങി, 2-3 മീറ്റിങ്ങുകളായി നമ്മുടെ ജില്ലയിൽ തന്നെ. അവിടെയൊക്കെ സ്ഥിരമായിട്ട് മീറ്റിങ്ങുകളൊക്കെ പോകും, ഷെയർ ചെയ്യും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ള ആൾക്കാരോട്. കോയമ്പത്തൂർ മീറ്റിംഗ് അവിടെ ഷെയർ ചെയ്യും. ഇതൊക്കെ ഇപ്പൊ അതുകൊണ്ട് മാസത്തിലൊരിക്കൽ എന്തായാലും ഞാൻ എന്റെ സ്പോൺസർ അടുത്ത് പോകും. അവിടുത്തെ ആ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അവിടെ ഒരു ദിവസമൊക്കെ എന്തായാലും താമസിക്കും. എന്റെ വൈഫ് ഹൗസും അവിടെ തന്നെ, അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. 1-2 ദിവസമൊക്കെ ചിലപ്പോൾ താമസിക്കും. അപ്പൊ അവിടെയുള്ള മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെ മീറ്റിങ്ങുകളിൽ കൂടെ മാത്രമാകുമ്പോൾ എന്റെ ഉള്ളിൽ വീണ്ടും ഈ പറഞ്ഞ സകല പ്രശ്നങ്ങളും കയറി വന്നു. അപ്പൊ ഞാൻ ചോദിക്കാൻ തുടങ്ങി എന്നോട്, എന്തിനിപ്പോ ഇത് എന്നുള്ളത്. അവിടെ അതിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ ആദ്യകാല സ്പോൺസർ എന്നോട് പറഞ്ഞു, ഒരു കൺവെൻഷൻ വരുന്നുണ്ട്, അതിന് പോകണം എന്ന് പറഞ്ഞു. അത് എനിക്കൊരു 1 വർഷവും 3 മാസമോ 4 മാസം 2008 ഫെബ്രുവരി കോവളത്താണ് കൺവെൻഷൻ. അവിടെ ചെന്നപ്പോ ഒരു അത്ഭുതം നടന്നു, വലിയൊരു. കാരണം ഞാൻ ആ സമയത്ത് എന്റെ മനസ്സിൽ 2008 ഞാൻ അവിടെ പോകുന്നത്, 2006 ഒക്ടോബറിലല്ലേ. അപ്പോ 1 വർഷം 3 മാസം 4 മാസമായിരുന്നു. എന്തായാലും അവിടെ ഞാൻ രജിസ്ട്രേഷന് വേണ്ടി അപ്പൊ അവിടെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 1-2 മാസമായിട്ട് എന്റെ മനസ്സിലാകെ, ഞാൻ പറഞ്ഞു, ഞാൻ ഡിസ്കണ്ടന്റ് ആയിരുന്നു, ഇറിറ്റബിൾ ആണ്, ആകെ പ്രശ്നങ്ങളാണ് എന്റെ ഈ മനസ്സിന്റെ ഉള്ളില്, എന്റെ തലയ്ക്കകത്ത് മുഴുവൻ പ്രശ്നങ്ങളാണ്. അപ്പോ അപ്പോഴേക്കും എന്റെ വീട് പണി നടക്കുകയാണ്, അതിന്റെ കുറെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. 1.5 വർഷം ആയിട്ടില്ല അതിന് മുമ്പ്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ രജിസ്ട്രേഷന്റെ ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ അന്നത്തെ ഏറ്റവും ഓൾഡ് ടൈമർ ആയിട്ടുള്ള ആള് ഒരു യൂറോപ്യനാണ്. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് നടന്നു. ഞങ്ങൾ 8, 10, 12 പേരെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നേരെ എൻ്റെ അടുത്തേക്ക് വന്നു, വേറെ ആരുടെ അടുത്തേക്ക് വന്നില്ല, എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് ആ ക്യൂന്ന് പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഏല് തുടരേണ്ട ആവശ്യമുള്ളൂ. ഞാൻ അവിടെ അത്ഭുത സ്തബ്ധനായി. എന്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസസിൽ ഒന്നാണ്. എന്താണ് അത്ഭുത സ്തബ്ധനായത്? ഞാൻ ഒരു 2-3 മാസമായിട്ട് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമായിരുന്നു. ഇദ്ദേഹം എന്നെ ആ ലൈനിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച് അവിടെ നിന്നിട്ട് എന്നോട് ചോദിച്ച കാര്യം, ഡു ഐ ഹാവ് ടു കണ്ടിന്യൂ ഇൻ എ? ഇതാണ് ആ സെന്റൻസ്.
ഞാൻ അവിടെ സത്യം പറഞ്ഞ തരിച്ചു പോയി എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ തന്നെ അദ്ദേഹം ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ എന്നോട് ബിഗ് ബുക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. ബിഗ് ബുക്കിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് എൻ്റെ ആദ്യകാല സ്പോൺസർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കുറെ CD-കൾ തന്നിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, ഓഡിയോ CD. അതൊന്നും എനിക്ക് കാര്യമായിട്ട് എന്താ പറയാ, ഒന്നും സത്യം പറഞ്ഞാൽ അവർ ഈ സായിപ്പന്മാരുടെ നിന്ന് പറയും, അവർ കുറച്ച് എന്തായാലും പറയും, ഹാ 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 എന്ന് കുറെ ആൾക്കാർ ചിരിക്കും, അതൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ അന്നൊന്നും എൻ്റെ ഈ ഇയർഫോണൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേൾക്കാനായിട്ട്. ഒരു CD പ്ലെയർ ഉണ്ടായിരുന്നു, അതിന് അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ല. എന്തായാലും അങ്ങനെയൊക്കെ വന്ന് ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ 7 CD-കൾ, 7 അല്ല 3-4 CD-കളിലായിട്ടുണ്ടായിരുന്ന ആ ഇതില് എൻ്റെ ടോട്ടൽ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ വാചകങ്ങളാക്കി മാറ്റിയത് അത് അവിടെ ഉണ്ടായിരുന്നു. അത് എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു, എന്നോട് വാങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇത്ര പൈസ ഇല്ല, കാരണം അന്ന് ഇത്ര, ഞാൻ പറഞ്ഞില്ല, ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ചാർജസാണ്. അന്നത്തെ വരുമാനമൊന്നുമില്ല, അങ്ങനെ ഒരു അവസ്ഥ. ഞാൻ എൻ്റെ വീട് പണി നടക്കുന്നു, ഭയങ്കര പ്രോബ്ലംസ്. 1500 രൂപയാണ് അന്ന് തന്നെ, എന്ന് 2008. 1500 രൂപ ഞാൻ ഓൾറെഡി ഈ കൺവെൻഷനുള്ള പൈസയൊക്കെ തട്ടിമുട്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന രജിസ്ട്രേഷനും അവിടുത്തെ താമസത്തിന്റെ പൈസയും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത്രയൊന്നും ഇല്ല പൈസ. അപ്പൊ എന്നോട് ഡോൺ വറി, അയച്ചാൽ മതി, നിങ്ങൾ പിന്നീട് അയച്ചാൽ മതി. ഇതെന്തായാലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കൈ തന്നിട്ട് കൊണ്ടുപോയാൽ പോരാ, ഇതിൽ കൂടെ വേണം സഞ്ചരിക്കാൻ. ഇത് ബിഗ് ബുക്കുമായി, നിങ്ങൾക്ക് ബിഗ് ബുക്കും ബാക്കി സ്റ്റെപ്സുമായിട്ട് പോകാനുള്ള ഒരു വലിയ ഒരു എന്താ പറയാ, ഇതായിരിക്കും ഒരു നിങ്ങളെ ലിങ്ക് ചെയ്യുന്നത് ആണ് എന്നോട് പറഞ്ഞു. ഞാൻ അതിൽ കൂടെ പോകാൻ തുടങ്ങി. അത് എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി. ഈ നേരത്തെ പറഞ്ഞ വൈകാരിക പുനഃക്രമീകരണത്തെ കുറിച്ചും അങ്ങനത്തെ പല കാര്യങ്ങളെ കുറിച്ചും ബിഗ് ബുക്കിലെ പല കാര്യങ്ങളെയും എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ വളരെ വളരെ വിപുലമായിട്ടുള്ള ആ ട്രാൻസ്ക്രിപ്റ്റുകളിൽ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, അത് വേറെ വിഷയം. ഒരു മെമ്പർ കൊണ്ടുപോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു തന്നിട്ടില്ല. എന്തോ ആയിക്കോട്ടെ, വർഷങ്ങളായി. പക്ഷെ എനിക്ക് അന്ന് വായിച്ചതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, കാരണം എനിക്കിത് എല്ലാം അപ്ലൈ ചെയ്യണം. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ അതിലേക്കാണ് ഈ പറഞ്ഞത്. അതിൽ നിന്നാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇൻഫർമേഷൻ കൊണ്ട് എൻ്റെ സ്പോൺസർ ഫ്ലഡ് ചെയ്തു. എനിക്ക് ഉൾക്കൊള്ളാവുന്നതിനേക്കാളും എത്രയോ അധികം അദ്ദേഹം തന്നിരുന്നു. പക്ഷേ ആ ഇൻഫർമേഷൻ ഒന്നുമല്ല കാര്യം. ഈ കിട്ടുന്ന കാര്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തലാണ് കാര്യം. അതിനെ നമ്മൾ പറയുക എന്താണെന്നുണ്ടെങ്കിൽ, സാധാരണഗതിയില് നമ്മള് പറയാറുണ്ട്, എന്താ പറയാ, നമ്മള് കാര്യങ്ങളെ എന്താ പറയാ മനസ്സിലാക്കി മാത്രം പോരാ, നമ്മൾ അതായി മാറണം. അല്ലെങ്കിൽ നമ്മളിൽ അത് നമ്മൾ സ്വാംശീകരിക്കുക, അതാണ് കറക്റ്റ് പറഞ്ഞു. ആ തത്വങ്ങളെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തില് വലിയ ഒരു ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. എൻ്റെ റിക്കവറിയിലത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ. അവിടുന്ന് പിന്നെ അപ്പൊ തുടങ്ങി കഴിഞ്ഞപ്പോഴും ഗൈഡൻസ് കിട്ടാൻ തുടങ്ങി. ഗൈഡൻസിന് ഒരു ക്ഷാമമില്ല. നമ്മൾ ശരിക്കും വിചാരിക്കുകയാണെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട എടുത്ത് കിട്ടും. നമ്മൾ വിചാരിക്കുന്ന ആൾ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല എന്നുള്ളതാണ്. ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ പ്രത്യക്ഷപ്പെടുക സമയത്ത് അത് കിട്ടും. ആ ആത്മാർത്ഥമായ ഒരു ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് അങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് എടുത്ത് ബാക്കിയുള്ള ഈ പറയുന്ന പേഴ്സണാലിറ്റി ചേഞ്ചിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും, അപ്പൊ ബിഗ് ബുക്കും 12 ഒക്കെ കൂടുതൽ വായിക്കാനും ഇതൊക്കെ തുടങ്ങി. ഈ പേഴ്സണാലിറ്റി ചേഞ്ചിന്റെ ആവശ്യം എന്താണ്, ഈ പേഴ്സണാലിറ്റി ചേഞ്ച് എങ്ങനെയാണ് വരിക എന്നൊക്കെ പടിപടിയായിട്ട്, ഒന്നും ഒരു ഓവർനൈറ്റ് പ്രോസസ് ഇതല്ല, അത് ജീവിതകാലം മുഴുവൻ വേണ്ട ഒരു കാര്യമാണ്. അതും ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോ പിന്നെ ഞാൻ വളരെ സീരിയസ് ആയി. കാരണം അതിൻ്റെ ഇടയ്ക്ക് 1-2 ഇമോഷണൽ സോബറേറ്റീവ് പ്രശ്നങ്ങളൊക്കെ എനിക്ക് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ വളരെ സീരിയസ് ആയി, വളരെ ഗൗരവത്തിലെടുക്കാം. ഞാൻ യാത്ര ചെയ്യാൻ പഠിക്കാറുണ്ടായിരുന്നു, കാരണം അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ശനിയാഴ്ച വരെ ജോലി, ഞായറാഴ്ച, അന്ന് കേരളത്തിൽ നിന്ന് ഇത്രയധികം മീറ്റിങ്ങുകളൊന്നും ഇല്ല. എവിടെയുള്ള വെച്ചാൽ ഞായറാഴ്ച എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും വാർഷികോത്സവമൊക്കെ ഉണ്ടാവും, അങ്ങോട്ട്. അത് എങ്ങനെയാണെങ്കിലും ചിലപ്പോ സാധാരണ ജോലിയുള്ള ദിവസങ്ങളിൽ എന്താ പറയാ 4:30-5 മണിക്കാണ് രാവിലെ എണീക്കാറെന്നുണ്ടെങ്കിൽ
ഈ ഞായറാഴ്ചകളിൽ ഞാൻ 3 മണിക്കും 3:30 എണീറ്റിട്ട് ഞാൻ സ്കൂട്ടർ എടുത്ത് പോയിട്ട് 5:30 ട്രെയിൻ പിടിച്ചിട്ട്, കാരണം എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ട് 10-20 കിലോമീറ്റർ. 5:15 5:30 ട്രെയിൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എഴുന്നിട്ട് പോണ്ടേ. അപ്പൊ എന്നാലും ആ സമയത്തൊന്നും ഞാൻ എൻ്റെ രാവിലത്തെ പ്രാർത്ഥനകളോ രാവിലത്തെ ദിനചര്യകളോ ബാക്കി ഒന്നും ഞാൻ മുടക്കിയിട്ടില്ല. ഇത് ഞാൻ ഇന്ന് പറഞ്ഞ എന്തിനറിയാം, അന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തത് എനിക്ക് ഇന്ന് അത്ഭുതമായിട്ട് തോന്നുന്നു. ഇന്ന് എന്നെ കൊണ്ട് സാധിക്കില്ല, ഏജിന്റെ കാരണമായിരിക്കാം. പിന്നെ എനിക്ക് തന്നെ കുറേ കൂടിയൊക്കെ കാര്യങ്ങളിൽ മാറ്റം വന്നപ്പോൾ എനിക്ക് അന്നത്തെ അത്രയും ആവശ്യമില്ല ഇന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവാം. അത് തെറ്റാണത്, ശരി. ഞാൻ എന്നെ ലളിതവൽക്കരിച്ചു കഴിഞ്ഞാൽ അപകടം എനിക്ക് തന്നെയാണ്, എനിക്ക് മനസ്സിലാവുകയും ചെയ്യും, സ്വയം മനസ്സിലാവുകയും ചെയ്യും. കാരണം പക്ഷെ മനസ്സിലായി കഴിഞ്ഞാലും ഏജിന്റെ ബാക്കിയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാരണം സാധിക്കാനില്ല. അത് അന്നത്തെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ വന്നിട്ട് ആദ്യം ഞാൻ പഠിച്ചത് അനുസരിക്കൽ. അപ്പൊ എന്നോട് അന്ന് ആദ്യകാലത്ത് പറഞ്ഞെന്താണെന്ന്, കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള ജീവിതമാണ്, ഒരു ടൈം ടേബിൾ ജീവിതം. പിന്നെ നമ്മൾ ഷെയറിങ്ങുകൾ കേൾക്കുമ്പോൾ, മീറ്റിങ്ങുകളിൽ പോയിട്ട് ഷെയറിങ്ങുകൾ കേൾക്കുമ്പോൾ ചില ആൾക്കാരുണ്ടാവും ഒരേ ഷെയറിങ് അവർ പറയണം, ആയിക്കോട്ടെ, അതിൽ നമ്മളുടെ മുഖത്ത് പോലും നമ്മളുടെ ഭാവമാറ്റം ഉണ്ടാവും. അത് എങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഭാവമാറ്റം ഉണ്ടാവാതിരിക്കല്ല, നമ്മൾ അതിനെ അംഗീകരിക്കാം. കാരണം ഓരോരുത്തരും അവരവരുടെ ആ രോഗത്തിന്റെ ഒരു അവസ്ഥയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വിഷമങ്ങളാണ് പറയുന്നത്. ഇത് എനിക്ക് അത് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്പോൺസറോട് ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ അത്, കാരണം ഞങ്ങളുടെ നാട്ടിൽ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. ആ മെമ്പർ എന്നും ഒരേ ഷെയറിങ് ആണ്, ഒരു മാറ്റമില്ല. അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് അയാൾക്ക് അതായിരിക്കും പറയാണ്ടാവുക, അയാളുടെ മനസ്സിലുള്ള ആ ഇത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യം അതായിരിക്കും. അയാൾ അനുഭവിച്ച വേദനകളിലാണ് അയാളെ ഇത് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിന് തീർച്ചയായിട്ടും ആ അംഗീകാര മനസ്ഥിതിയോടുകൂടി മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെയാണ് ഒന്നാമത്തെ പടി ഇതിന്റെ വൈപുല്യം, വിപുലമായ രീതി എന്താണെന്ന് മനസ്സിലാവും. എത്രത്തോളം വിപുലമാണ്. എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ ചുറ്റുപാടുമുള്ള ഞാൻ അടക്കമുള്ള എൻ്റെ വൈകല്യങ്ങൾ അടക്കമുള്ള എൻ്റെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എൻ്റെ ചുറ്റുപാടുമുള്ള സർവ്വതിനെയും ഞാൻ അംഗീകരിക്കേണ്ടി വരും. വെറുതെ ഞാൻ ഒരു മദ്യാസക്ത രോഗിയാണെന്ന് മാത്രം അംഗീകരിക്കാൻ പോരാ. എന്നാൽ എനിക്ക് ഒരു വിധത്തിൽ സമാധാനം കിട്ടും. ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയും, അപ്പൊ എനിക്ക് എല്ലാത്തിനെയും അതായിട്ട് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ മനസ്സിലാക്കി. അതേപോലെ അന്ന് കുറെ ആപ്തവാക്യങ്ങൾ, അതും എൻ്റെ ആദ്യകാല സ്പോൺസർ എനിക്ക് പറഞ്ഞു തന്ന്, ലെറ്റ് ഗോ, ലെറ്റ് ഗോഡ്, ദിസ് ടു ഷാൽ പാസ്, തിങ്ക്. അതുപോലുള്ള കുറെ ഉണ്ടല്ലോ നമ്മളുടെ ആപ്തവാക്യങ്ങൾ. ഈ ആപ്തവാക്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ അദ്ദേഹം ഇന്റർനെറ്റിൽ അന്ന് പ്രിന്റ് ഔട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ ഇതെല്ലാം കുറേശ്ശെ അപ്ലൈ ചെയ്യണം. പിന്നീട് ഞാൻ എൻ്റെ ഈ സ്റ്റെപ്പുകളിൽ കൂടെ കുറച്ചും കൂടി പുരോഗമിച്ച് 2010 ആയ സമയത്ത്, 2009 2010 ആ കാലഘട്ടങ്ങളായപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു 12th സ്റ്റെപ്പ് കോൾ വന്നു ഹൈദരാബാദിൽ. അന്ന് അയാൾ ഹൈദരാബാദിലായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ 3 പേരാണ് ക്ലാസ്മേറ്റ് എയിലുള്ളത്. ഇയാളിപ്പോൾ എയിലേക്ക് വരുന്നൊന്നുമില്ല കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യം മദ്യപിച്ചത്, ഞങ്ങൾ 3 ആൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 3 ആൾക്കോളിക്കായി 3 കയ്യിൽ വന്നു. അപ്പൊ അതില് ഇയാളുടെ പെട്ടെന്ന് ഒരു ദിവസം കോള് വന്നു, എനിക്ക് പെട്ടെന്ന് പോണ്ടി വന്നു. അങ്ങനെ ഹൈദരാബാദ് പോയപ്പോ അവിടെ അന്ന് 47 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പഴമക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇന്നില്ല, ജീവിച്ചിരിക്കില്ല. 51 വർഷം സോബറായിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ 50ാം ബർത്ത്ഡേക്ക് ഞങ്ങളൊക്കെ ഇവിടുന്ന് കേരളത്തിൽ പലരും പോയിരുന്നു. ഞാൻ ഇവിടുന്ന് പാലക്കാട് ഞാനാണ് പോയത്. എറണാകുളത്ത് 2-3 പേര് വന്നിട്ട് ഹൈദരാബാദിൽ. ഓസ്റ്റിൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിഗ് ബുക്കില് ബാക്കില് കൊടുത്തിട്ടുള്ള വ്യക്തികഥകളില് കേണൽ ട്രെവർ കെയുടെ ഇതുണ്ട്. എന്താണ് അതിന്റെ പേര്, ഞാൻ പറഞ്ഞു. എക്സ്പീരിയൻസിന്റെ
ആ വ്യക്തിഗതകളുടെ പേര് ഒരു മിനിറ്റ്. ജീവൻ രക്ഷിക്കുന്ന മന്ത്രങ്ങൾ അങ്ങനെ തോന്നുന്നു. ഡോക്ടർ ബോബിന്റെ ദുസ്വപ്നം കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് ജീവൻ രക്ഷിക്കുന്ന മന്ത്രങ്ങൾ. മൂന്നാമത്തെ കത്തുണ്ട്. ഇന്ത്യൻ ആർമിയിലെ ഈ ഓഫീസർ പട്ടാളം അദ്ദേഹത്തിന് രക്ഷയായില്ല, നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്പെട്ടില്ല. ഉത്തരം അയാൾക്ക് തപാലിൽ ലഭിച്ചു. അപ്പൊ ഈ കേണൽ ട്രെവർ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എയുടെ സന്ദേശം കൊണ്ടുവന്ന ചാർലി എമ്മിൽ നിന്ന് ഡയറക്റ്റ് മെസ്സേജ് കിട്ടിയ ആളാണ് കേണൽ ട്രെവർ കെ. അതേപോലെ ഒരാളാണ് ഹാരി എം ആണ് മുംബൈയില് ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹമാണ് മുംബൈയിലുള്ള ഇത്രയധികം ഗ്രൂപ്പുകളുടെ മുഴുവൻ തുടക്കത്തിന് ഉള്ള ഒരു നിമിത്ത കാരണമായിട്ട് ഭവിച്ചത്. സത്യം പറഞ്ഞാൽ കോഫൗണ്ടേഴ്സ് ഇന്ത്യയിലത്തെ കോഫൗണ്ടേഴ്സിന്റെ കഴിഞ്ഞ 3-4 പേരെ പറഞ്ഞേ പറ്റുള്ളൂ. ചാർലി എം, ഹാരി എം, പിന്നെ കേണൽ ട്രെവർ കെ അദ്ദേഹം റോയിങ് അംബാസഡർ ഓഫ് എ എന്നാണ്. ഇന്ത്യയിലെ മുഴുവൻ അദ്ദേഹം എവിടെയൊക്കെ ജോലി ട്രാൻസ്ഫർ ആയിട്ട് പോയിരുന്നു അവിടെ മുഴുവൻ എത്തിച്ചത്. ബാംഗ്ലൂര്, ഗോവ, മധുരൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇവിടെയൊക്കെ കൽക്കട്ട, ഇവിടെയൊക്കെ എയുടെ സന്ദേശം എത്തിച്ച ആളാണ് കേണൽ ട്രെവർ കെ. അപ്പൊ ഈ കേണൽ ട്രെവർ കെയുടെ ഡയറക്റ്റ് മെസ്സേജ് കിട്ടിയ ആളായിരുന്നു ഈ ഓസ്റ്റിൻ ആർ. അങ്ങനെ ഓസ്റ്റിൻ ആറിന് എനിക്കന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ കാരണം ഇത്രയും സോബറായിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ലെങ്ത് ഓഫ് സോബറിറ്റി ഇത്രയുള്ള ആളെ, ഇത്രയും ലോങ് ടൈമർ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആണ് എൻ്റെ ഈ ഫ്രണ്ടിനെ റെസ്ക്യൂ ചെയ്യാനും ഒക്കെ 12 സ്റ്റെപ്പ് ചെയ്യാനൊക്കെ സഹായിച്ചതും എല്ലാം ചെയ്തതും. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായി. അങ്ങനെ അന്ന് അദ്ദേഹം എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു ജീവിതത്തിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു തന്ന എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പിന്നീട് എനിക്ക് അദ്ദേഹം മരിക്കേണ്ട ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വലിയൊരു പാഴ്സൽ വന്നു. വലിയ പാഴ്സൽ. ആ പാഴ്സൽ ഞാൻ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അത്ര അധികം ബുക്സാണ്. ബുക്സ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ ബുക്സ് അല്ല. അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ബുക്സ് മുഴുവൻ അദ്ദേഹം വേറൊരാൾക്ക് കൊടുത്തു. ആ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു, തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരിലുള്ള എ മെമ്പർക്ക് കൊടുത്തത്. അതിന്റെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ്, ഈ ഫോട്ടോസ്റ്റാറ്റ് മുഴുവൻ എനിക്കത് പേഴ്സണലായിട്ട് അയച്ചു. അത് കഴിഞ്ഞ് അധികം മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ അതില് ഒരു അംഗത്തിന്റെ കുറെ ബുക്സ് ഉണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരാണ് ഫാദർ ജോൺ ഡോ എന്ന് പറയും, അല്ലെങ്കിൽ റെവറൻഡ് റാൽഫ് ഹൂ എന്നാണ് പേര്. അദ്ദേഹം ഫാദറായിരുന്നു, അമേരിക്കനാണ്. ഈ ആൽക്കഹോളിക്കും. അദ്ദേഹം എഴുതിയ കുറച്ച് ബുക്സ് ഉണ്ട്. അപ്പൊ ആ ബുക്സില് ഞാനിത് പറഞ്ഞെന്താ കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലിറ്ററേച്ചറായിട്ട് എത്രത്തോളം ബന്ധം അത്രത്തോളം നമ്മളെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതില് ഒരു ഗോൾഡൻ റൂൾ സീരീസ് ഉണ്ട്. ഗോൾഡൻ റൂൾ സീരീസില് കുറെ ബുക്സ് ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ തുടങ്ങുന്നത് പ്രോഡിഗൽ ഷെപ്പേർഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഓൺ ആത്മഹത്യ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് സോബറിറ്റി ആൻഡ് ബിയോണ്ട്, സോബറിറ്റി ടു ലെൻഡ്, പിന്നെ ഈ ഗോൾഡൻ റൂൾസിന്റെ ഗോൾഡൻ റൂൾസ് ഓഫ് ആറ്റിറ്റ്യൂഡ്, കുറെ ഉണ്ട്. ഗോൾഡൻ റൂൾസിന്റെ ഒരു എന്താ പറയാ സീരീസ് തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ അപ്പൊ അതില് ഗോൾഡൻ റൂൾസ് ഓഫ് ലിവിങ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനൊക്കെ ചെറിയ ബുക്സ് ആണ്. അതില് ഫോർ ഓൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് ആൾക്കോളിക്കിന് മാത്രമല്ല. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 4 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് അന്ന് പോലെ ജീവിതത്തിൽ ഞാൻ എടുക്കാൻ തുടങ്ങി. അതെന്താണത് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇതിപ്പോ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് വരാനായിട്ട് നമ്മൾ സ്വാംശീകരിക്കണം എന്ന് തോന്നുന്നു തത്വങ്ങളെ. ഈ തത്വങ്ങളെ സ്വാംശീകരിക്കൽ എങ്ങനെയാണ്? പെട്ടെന്ന് നിങ്ങളുടെ കുറെ ഇൻഫർമേഷൻ കേട്ടി വായിച്ചു കഴിഞ്ഞിട്ട് ഓം സ്വാഹ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഉള്ളിലേക്ക് വരുമൊന്നുമില്ല. അങ്ങനെയൊന്നും സ്വാംശീകരിക്കാൻ പറ്റില്ല. അത് ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്തിട്ടേ പറ്റുള്ളൂ. അല്ലാണ്ട് സ്വാഹ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പോകുന്നില്ല സാധനം. അതിനെന്ത് ചെയ്യണം എന്നുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളിൽ ഞാൻ അനുവർത്തിച്ച ചില കാര്യങ്ങളാണ്. അതിൽ പ്രത്യേക പറഞ്ഞ എന്താണെന്ന് 4 കാര്യങ്ങളെ കുറിച്ച്.
ഒന്ന് റെസിസ്റ്റ് ദ ബിഗിനിങ്. റെസിസ്റ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ മുളയിലെ നുള്ളുക. നമ്മൾ സാധാരണ പറയില്ലേ, അത് നമ്മൾക്ക് എന്തെങ്കിലും നമ്മളുടേതായ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളത് ചിന്താതലത്തിൽ നുള്ളിക്കളയും. അല്ലെങ്കിൽ ആ ചിന്തയിൽ നിന്ന് അത് വളർന്ന് അത് പ്രവൃത്തിയിലേക്ക് വരും, വാക്കുകളിൽ കൂടെ പ്രവൃത്തിയിൽ കൂടെ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് റെസിസ്റ്റ് ദ ബിഗിനിങ് ആണ് ആദ്യത്തെ ഒരു പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ബീയിങ് സാറ്റിസ്ഫൈഡ്. എങ്ങനെ ഈ പ്രാക്ടീസ് ബീയിങ് സാറ്റിസ്ഫൈഡ് നടക്കുക? അതെങ്ങനെ നടക്കുക? അത് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് എയുടെ മൂന്നാം പടി. എയുടെ മൂന്നാം പടിയിലെ എയില് നമ്മൾ പറയുന്ന ആ ഭാവന എന്താണ്? അദ്ദേഹമാണ് മുതലാളി, ഞങ്ങൾ ഏജന്റുമാർ മാത്രം, അദ്ദേഹമാണ് ഡയറക്ടർ എന്നും പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ. ബിഗ് ബുക്ക് കൂടെ പോകുന്നവർക്ക് കൂടുതൽ അറിയാം. ബിഗ് ബുക്ക് കൂടെ പോവാത്തവർക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒന്ന് ബിഗ് ബുക്ക് കൂടെ പോകണമെന്ന് തോന്നാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മൂന്നാം പടിയുടെ ഭാഗമുണ്ട്. അതായത് 5-ാം അധ്യായത്തിലെ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ അധ്യായമാണ്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആ അധ്യായത്തിലെ പേജ് നമ്പർ 61, മലയാളമാണ് ഞാൻ പറഞ്ഞിട്ടോ. അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഇങ്ങനെയാവുന്നതിന്റെ കാര്യകാരണങ്ങൾ എന്താണ്? ഇതാണ്. ഒന്നാമതായി, ദൈവം കളിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. അടുത്തതായി, ഇനി അങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അദ്ദേഹമാണ് മുതലാളി, ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളും. മിക്ക നല്ല ആശയങ്ങളും ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിന്റെ ആണിക്കല്ല് ഈ ആശയമായിരുന്നു. അപ്പൊ ഈ ഒരു ആശയത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇവിടെ പറഞ്ഞ പ്രാക്ടീസ് ബീയിങ് സാറ്റിസ്ഫൈഡ് എന്നുള്ള തൃപ്തിയോടെ ശീലിക്കാൻ കുറെ സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, കൺട്രോൾ ടെൻഷൻസ് ആണ്. ഇപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞ് വരുമ്പോ നമ്മൾ പലപ്പോഴും ആ ടെൻഷന്റെ എന്താണ് കാരണം എന്ന് കൂടി നോക്കണം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ മാനസിക സംഘർഷം, അതാണ്. അപ്പൊ അതിനുള്ള ഒരു കാരണം, ഒന്ന് ആക്സെപ്റ്റൻസിന്റെ കുറവാണ്. രണ്ട്, ഞാൻ സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കില്ല. സാഹചര്യങ്ങളെ ഞാൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെൻഷൻ. അപ്പൊ എന്റെ ആഗ്രഹത്തിനൊത്ത് വരുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും പ്രശാന്തതര പ്രാർത്ഥനയിൽ കൂടെ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിലും മാറ്റാൻ പറ്റുന്നത് എന്താണ്? എനിക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് വിവേകത്തോടെ പിന്നെ ഇതിനെ തിരിച്ചറിയാനുള്ള കാര്യത്തിൽ കൂടി നോക്കണ സമയത്ത് പറ്റും. എനിക്ക് കുറെയൊക്കെ ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കും. ടെൻഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ടെൻഷൻ വരുമ്പോൾ തന്നെ അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യും. അതാണ് നമുക്ക് ആവശ്യം. അതിന് എടുക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന്, ലെറ്റ് ഗോ. ഞാൻ പറഞ്ഞ മൂന്നാം പടിയിലത്തെ വീണ്ടും ആ പ്രിൻസിപ്പിൾ എടുക്കാം. പിന്നെ ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ദേ ആർ. ഒന്നാം പടിയിലത്തെ കാര്യങ്ങൾ എല്ലാത്തിനും അതായിട്ട് അംഗീകരിക്കുക. പിന്നെ ബി റിയലിസ്റ്റിക്, യാഥാർത്ഥ്യബോധമുള്ളവനാവുക. ഇവിടെയാണ് പ്രോബ്ലം. യാഥാർത്ഥ്യബോധം എങ്ങനെ എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ആരാന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ എന്നെക്കുറിച്ച് എന്തോ ഒരു ഇമേജാണ് എന്നെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരുന്നത്. പക്ഷെ എനിക്ക് ആ ഇമേജിനെ തട്ടി തകർക്കേണ്ടതുണ്ട്. അതിന് എനിക്ക് ബാക്കിയുള്ള പടികൾ പ്രാക്ടീസ് ചെയ്യണം. 4 through 9, 4-ാം പടി മുതൽ 9-ാം പടി വരെയുള്ളത് പ്രാക്ടീസ് ചെയ്യണം. അതിനെ ദൈനംദിനമായി ചെയ്യുന്നതാണ് 10-ാം പടി. ഇല്ലെങ്കിൽ എല്ലായ്പ്പോഴും ചെയ്യുന്നത്, ദൈനംദിനം തന്നെ എല്ലായ്പ്പോഴും ചെയ്യുന്നതും. അങ്ങനെ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാനുള്ള ഒരു പഠനം, ഒരു എന്താ പറയാ, ഒരു രീതിയിൽ ഞാൻ എന്നെ മാറ്റിയെടുക്കണം. കൂടുതൽ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മൊമെന്റിനെ കുറിച്ച് മാത്രം എന്താ പറയാ അവെയർ ആയിട്ടുള്ള ജീവിതം അതിലേക്ക് വരണം. അങ്ങനൊരു ഇത് വരണം. അപ്പൊ നമുക്ക് ടെൻഷൻസ് എന്നുള്ളത്
വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. ടെൻഷൻസ് വരില്ല എന്നല്ല, കൺട്രോൾ ചെയ്യാനാണ്. ഇനി നാലാമത്തെ എന്താണ്? നാലാമത്തെ ടിപ്പ്, ബി ഗോഡ് ഡിപ്പെൻഡന്റ്. വെരി സിമ്പിൾ. രണ്ടാം പടി ദൈവത്തിൽ ആശ്രയിക്കുക, ഈശ്വരനെ ആശ്രയിക്കുക. 2-3 പടികൾ. ഇത് അതേ കാര്യം തന്നെ ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതെനിക്ക് ഈ ഒരു മൊഴിമാറ്റത്തിൽ കൂടെ ഈ കാര്യങ്ങൾ കിട്ടിയത് എനിക്ക് അന്ന് വലിയ സഹായമായി. ഞാൻ ഇതിനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. ഏർപ്പാടുകൾ എങ്ങനെ? നമ്മൾ റിഗറസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രാർത്ഥനകൾ. അപ്പോഴാണ് ബിഗ് ബുക്കിലെ പ്രാർത്ഥനകളെ കുറിച്ച് അറിയാൻ തുടങ്ങി. ബിഗ് ബുക്കിലും അതേപോലെ 12 11 പടിയിൽ കൊടുത്തിട്ടുള്ള സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ ആ പ്രാർത്ഥന, ഇതെല്ലാം കൃത്യമായി ചെയ്യാൻ തുടങ്ങി. പല പ്രാർത്ഥനകളും ദിവസത്തിൽ വെറും രാവിലെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ സ്കൂട്ടർ ഓടിക്കുകയാണ്, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രെയിനിൽ പോവാണ്. ഇതൊക്കെ പലപ്പോഴും ഒക്കെ വരുന്നില്ല. എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം വന്നു. ഒറ്റയ്ക്കല്ല ഞാൻ എന്നുള്ള ബോധ്യം വരുമ്പോൾ ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തന്നെ മാറി. തേർഡ് സ്റ്റെപ്പ് പ്രയറിൽ പറയുന്ന ഒരു കാര്യങ്ങളാണ്. സ്വാർത്ഥതയുടെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക, എൻ്റെ ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കും എന്ന് പറയുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാൻ ഉണ്ടാവും, എൻ്റെ മാനസികമായ എൻ്റെ അവസ്ഥയെ, അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ ഈ ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു മാറ്റമാണ് ഈ പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് കൂടെ വരുന്നത്. ഇതിനാണ് വേറൊരു രീതിയിൽ ഒരു അക്രോണിമായിട്ട്, എയുടെ അക്രോണിമായിട്ട് പറയാറുണ്ട്, ആൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ്സ്, മാറി വന്ന മനോഭാവം. അതാണ് എ എന്ന് പറയും. ആൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ്സ്, എ എന്നുള്ളതിന്റെ വേറൊരു അക്രോണിമാണ്. അതും കൂടി പറയാം, അങ്ങനെ പറയാം. ഇത് കൂടെ ഇങ്ങനെ വരുമ്പോൾ ഈ പ്രാർത്ഥനകളുടെ കൂടെയും, അതേപോലെ പല സമയങ്ങളിലും നമുക്ക് ശീലമായി വരേണ്ടതുണ്ട്, നമ്മൾ ആപ്തവാക്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിൽ ഏറ്റവും വളരെ രസകരമായ കുറെ ആപ്തവാക്യങ്ങളുണ്ട്. ഏത് സമയത്തും നമുക്ക് ഈസി ഡസ് ഇറ്റ്. ചില കാര്യങ്ങൾ വല്ലാണ്ട് വിഷമവും ഇറിറ്റബിൾ ആയിരിക്കുക, അല്ലെങ്കിൽ ഒട്ടും പറ്റാത്ത സമയത്ത് ഈസി, എന്താ, റിലാക്സ്. ഈസി ഡസ് ഇറ്റ്. അത് നമ്മൾ റിലാക്സ് ചെയ്യൂ, നമ്മൾ കുറെ കൂടി ലളിതമാവൂ. അപ്പോ ലാളിത്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ലളിതത്തിൽ ആയിട്ട് കാണൂ, കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. ഇത് തന്നെ വേറൊരു വിധത്തിലാണ് ഡോക്ടർ ബാബു എന്റെ ലാസ്റ്റ് വേർഡ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കീപ് ഇറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈസി ഡസറ്റിന്റെ വേറൊരു ഭാഗമാണ്. കീപ് ഇറ്റ് സിമ്പിൾ, ഡോണ്ട് കോംപ്ലിക്കേറ്റ് ഇറ്റ്. അപ്പൊ പലപ്പോഴും ചിന്തകളിലാണ് ആ ഈസി ആയിട്ടുള്ള ചിന്തകൾ വരുന്നില്ല. ഇനി ചില സമയത്ത് ക്ഷീണിച്ച സമയമാണോ, റിലാക്സ് ചെയ്യൂ. അപ്പൊ റിലാക്സ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള, ആലോചിക്കാനും ഒക്കെ ഉള്ള ഇതുണ്ടാവും. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക, ഇതൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദിസ് ടു ഷാൽ പാസ്. വളരെയധികം ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ടെൻഷനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ വരുന്ന ഇച്ഛാഭംഗം, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അപ്ലൈ ആവുന്നതാണ് ദിസ് ടു ഷാൽ പാസ്. ഇതും കടന്നു പോവും. അതേപോലെ വല്ലാണ്ട് സന്തോഷം വരുമ്പോൾ അപ്പോഴും ഓർമ്മിക്കണം ദിസ് ടു ഷാൽ പാസ്. ഇതും കടന്നു പോവും. നാളെ ഇപ്പൊ ഈ സന്തോഷം ഞാൻ തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല, നാളെ ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല, വേറൊരു ഇത്. അപ്പൊ അവിടെ ആക്സെപ്റ്റ് എവരിത്തിങ് ആസ് ദേ ആർ. എനിക്ക് എൻ്റെ ജീവിതത്തിന് ജീവിതമായിട്ട് എനിക്ക് മാറ്റണം എന്നുള്ള കുറെ കാര്യം. ഇതില് ഇദ്ദേഹത്തിന്റെ പ്രോഡിഗൽ ഷെപ്പേർഡ് അല്ല, സൊബ്രൈറ്റി ടിൽ ദ എൻഡ്, ആ ബുക്കിൽ തോന്നുന്നുണ്ട്, സൊബ്രൈറ്റി ആൻഡ് ബിയോണ്ട്. അത് ഏതിലോ ആറ്റിറ്റ്യൂഡ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ കൊടുത്തു. പല ടൈപ്പ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല സമയത്തും പല അവസ്ഥകളിലും പല അവസരങ്ങളിലും പല സന്ദർഭങ്ങളിലൊക്കെ വരുന്ന ആറ്റിറ്റ്യൂഡും ആ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്. അത് ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഒരു എ മെമ്പറുടെ BLWന്റെയും ബാക്കിയുള്ള ആ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എയുടെ ലിറ്ററേച്ചറായിട്ട്, എയുടെ ലിറ്ററേച്ചർ അല്ലാട്ടോ ഇത് AWS അല്ലെങ്കിൽ കോൺഫറൻസ് അപ്രൂവ്ഡ് ലിറ്ററേച്ചർ ഒന്നും അല്ല, എ മെമ്പർ ആണെന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കുറേ കൂടിയൊക്കെ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള കുറേ ഇൻപുട്ടുകൾ അതിന് തന്നിട്ടുണ്ട്.
അതൊക്കെ പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാലം നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വരുമ്പോഴും ഒരു നല്ല സ്പോൺസറുടെ കൂടെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ധാരാളം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവിടുന്ന് തന്നെ അറിവുള്ളത് ചോദിക്കണം. നമ്മൾ ചോദിച്ചാലേ കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടില്ല. ആസ്ക് ആൻഡ് യു ഷൽ ഗെറ്റ് ഇറ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. സീക്ക് ആൻഡ് യു ഷൽ ഫൈൻഡ് ഇറ്റ് ആൻഡ് നോക്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഓപ്പൺ ഡൗൺ ടു യു. അങ്ങനെയൊക്കെയാണ്. അതായത് ബൈബിളിലെ വാക്യങ്ങളാണ്. മാത്യു 7:7, അതായത് സുവിശേഷം 7:7. എന്താണ്? മുട്ടുവൻ തുറക്കപ്പെടും, ചോദിച്ചാൽ തരപ്പെടുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ചോദിക്കേണ്ടി വരും, സ്പോൺസറോടായാലും ആരോടായാലും അന്വേഷിക്കേണ്ടി വരും. അന്വേഷിപ്പും കണ്ടെത്തും. യെസ്, അപ്പൊ അതൊക്കെ ചെയ്യേണ്ടി വരും. ഇനി അപ്പൊ ഇതില് സമയത്ത് 9:40. എത്ര സമയം വരെയാണ്? ഒരു 5 മിനിറ്റ് കൂടെ എടുക്കാമോ? ഹലോ, എടുത്തോ, സമയമുണ്ട്. അപ്പൊ ഓക്കെ, റൈറ്റ്. 10 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് അപ്പൊ എങ്ങനെയാണ് എന്നിട്ട് ഇതിലേക്ക് മുന്നേറുക? ഇവിടെയാണ് ഒരു വലിയൊരു പ്രതിസന്ധി സംഭവിക്കുന്നത്. ആ പ്രതിസന്ധി എന്താണെന്നുണ്ടെങ്കിൽ 12 പടികളും നമ്മൾ ദൈനംദിനമായിട്ട് പരിശീലിച്ച് നമ്മളതിനെ സ്വാംശീകരിച്ച് വരുമ്പോൾ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ബ്ലോക്കി. ഈ സാധനം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒന്ന് പറഞ്ഞു. നമ്മളുടെ ഉള്ളിലുള്ള പല ആഗ്രഹങ്ങളും ഇതിനെ ബ്ലോക്കി. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം 12-ാം പടിയിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ തത്വങ്ങൾ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കാൻ ശ്രമിക്കുന്നത്. അത് സംഭവിക്കില്ല. അങ്ങനെ ഈ തത്വങ്ങളൊക്കെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റുന്നു? എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കുന്നില്ല. എൻ്റെ ആഗ്രഹം എന്താ? ആദ്യത്തെ ആഗ്രഹം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഭരിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞ അവർ കേൾക്കണം. ഞാൻ എന്നെ സംബന്ധിച്ചാ പറഞ്ഞിട്ടോ, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. വേറെ ചിലർക്ക് മില്യണയർ ആവണമെന്നായിരിക്കും. എൻ്റെ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ആഗ്രഹം എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ മുഴുവൻ ഞാൻ പറഞ്ഞ മറുപടി നടക്കുന്നില്ല. ഞാൻ ഈ തത്വങ്ങളിൽ കൂടെ വരുമ്പോൾ എനിക്ക് അവരെയൊക്കെ വിട്ടുകൊടുക്കണം. അവരൊക്കെ എന്നെ പോലെ തന്നെ ഉള്ളവരാണ് ഞാൻ കരുതണം. 3-ാം പടിയിൽ അതല്ലേ പറഞ്ഞത്. ഞാൻ എല്ലാം ദൈവം കളിക്കുന്ന പരിപാടി നിർത്താനാ പറഞ്ഞല്ലോ 3-ാം പടിയില്. ഈ ദൈവം കളിയാണ് ഞാൻ തുടർന്നുകൊണ്ടിരുന്നത്. അപ്പൊ ദൈവം കളി നിർത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ കുറെ ആവശ്യമുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എനിക്ക് ഒരു കാലത്തൊക്കെ ഭയങ്കര അസഹിഷ്ണുത ഉണ്ടായിരുന്നു. പല ആൾക്കാരുടെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷെയറിങ് കേൾക്കുമ്പോൾ, ഈ ഷെയറിങ് കേൾക്കുമ്പോൾ മാത്രമല്ല, ചെറിയ കാര്യങ്ങളിൽ ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ പോലും അവിടെ വിഷമമുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര അസംതൃപ്തി വന്ന പോയി. സംഭവം പോയി. ഡിസ്കണ്ടന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇറിറ്റബിളും റെസ്റ്റ്ലെസ്സും ഓട്ടോമാറ്റിക് ആയിക്കോളും. അതിന് പിന്നെ വേറെ ആരും എവിടുന്ന് കൊണ്ടുവരുന്നും വേണ്ട. ഈ അസംതൃപ്തി എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ കയറി. ആ സമയത്താണ് 12 പാരമ്പര്യങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എൻ്റെ ഇതേ സ്പോൺസർ, എൻ്റെ ആദ്യകാല സ്പോൺസർ എന്നെ എനിക്ക് ചില ലിറ്ററേച്ചർ അയച്ചത്. അദ്ദേഹം പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞൊന്നുമില്ല. പക്ഷെ ആ ലിറ്ററേച്ചറുകളിൽ നിന്ന് എനിക്ക് പിടികിട്ടി ഇത് സംഭവം അത് നമ്മൾ പേഴ്സണൽ ലൈഫിലും കൂടി പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇത് അപകടമാണ്. കാരണം 12 പാരമ്പര്യങ്ങളെ കുറിച്ച് ഡബ്ല്യു പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് സാക്രിഫൈസസ്, ത്യാഗങ്ങളുടെ ഒരു പട്ടിക. അപ്പൊ അവിടെ ത്യാഗം എന്താണ് ചെയ്യാനുള്ളത്? എനിക്ക് എൻ്റെ ദുരഭിമാനം, എൻ്റെ ദുർവാശി, ഈ എന്ന് വെച്ചിട്ട് എന്തൊക്കെ എനിക്കുണ്ടോ അത് മുഴുവൻ ഞാൻ അവിടെ വിട്ടുകൊടുക്കണം. അതിനൊക്കെ ഞാൻ എന്താ പറയുക ത്യജിക്കണം. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് സ്ലോലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മുടെ 1, 2, 3 പടികളെ ടൂൾസ് ആയിട്ട് അതിനൊക്കെ ടൂൾസ് ആയിട്ട് 1, 2, 3 പടികൾ ഈ ലോകത്ത് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ അവസരങ്ങളും അത് എടുക്കുന്ന സമയത്ത് എന്താ, എനിക്കിപ്പോ എൻ്റെ ഗ്രൂപ്പിൽ ഒരു ഡിസിഷൻ വരികയാണ്. ആ ഡിസിഷനോട് എനിക്ക് യോജിപ്പില്ലെങ്കിൽ ഓക്കെ, ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ദേ ആർ. ഇനി ഭൂരിപക്ഷത്തിന് വേറൊരു തീരുമാനം എടുത്ത് ലെറ്റ് ഗോ, എന്താ പറയാ 3-ാം പടി. ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ദേ ആർ 1-ാം പടി, മറ്റത് 3-ാം പടി ലെറ്റ് ഗോ.
രണ്ടാം പടി എന്താണ്? ഇതിനൊക്കെ ഞാനല്ലോ ഇതിന്റെ മുതലാളി, എനിക്ക് എന്നെക്കാൾ വലിയൊരു ശക്തിയിലുള്ള വിശ്വാസം ആവശ്യമുള്ളൂ. അത് രണ്ടാമത്തെ പാരമ്പര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്നല്ല ഇവിടെ ഗവേൺ ചെയ്യണത്, ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ മനസാക്ഷി കൂടെ പ്രതിഫലിക്കുന്ന ദൈവമാണ്. അപ്പൊ അങ്ങനെ അത് വിട്ടുകൊടുക്കാനും അതിനെ അങ്ങനെ അംഗീകരിക്കാനും അത് എന്നേക്കാൾ വലിയൊരു ശക്തിയാണ് ഇതിന്റെ എല്ലാം, ഞാനല്ല ദൈവം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മനസ്സിൽ ഇങ്ങനെ ഉറച്ചു വരും. നമ്മൾ തിരിക്കും ഉറച്ച മനസ്സോടുകൂടി നമ്മൾ പോയാൽ മതി. അതുകൊണ്ടാണ് ബിഗ് ബുക്കില് 5-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹാഫ് വേ മെഷേഴ്സ് ഡിഡ് നോട്ട് അവൈൽ എനിത്തിങ്. അല്ലെങ്കിൽ ഇതിൽ എഴുതിയിട്ടുള്ള കുറച്ച് തർജ്ജമയിൽ ചെറിയൊരു അപഭ്രംശമുണ്ട്. അർദ്ധമനസ്സോടെയുള്ള ചെയ്തികൾ ഞങ്ങൾക്കൊന്നും നേടിത്തന്നില്ല എന്നാണ്. അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികളല്ല. നമ്മൾ ഏതൊരു കാര്യവും പകുതിയെ മാത്രം ചെയ്യാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം നമ്മൾ ചെയ്യാം, ബാക്കിയുള്ള ഭാഗം വിട്ടുകൊടുക്കും, വേണ്ടാക്കി. സെലക്റ്റീവ് എന്നാണ് പറയുന്നത്, സെലക്റ്റീവ് ആക്സെപ്റ്റൻസ്. പക്ഷെ സെലക്റ്റീവ് ആക്സെപ്റ്റൻസ് അല്ല ഇവിടെ ആവശ്യം. അംഗീകരിക്കണം, മുഴുവൻ അംഗീകരിക്കണം. എന്റെ പരിധിയിലല്ലാത്ത നമ്മുടെ പ്രശാന്തന്റെ പ്രശാന്തന്റെ പ്രാർത്ഥനയുള്ള പോലെ എന്റേതല്ലാത്ത എന്റെ പരിധിയിലുള്ള 3 കാര്യങ്ങളുണ്ട്. എന്റെ ഡൊമൈൻ മൂന്ന് കാര്യം എന്റെ ഡൊമൈനിലുള്ളൂ. എന്റെ ചിന്ത, വാക്ക്, പ്രവൃത്തികൾ. അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിട്ടുകൊടുത്തേ പറ്റൂ, അംഗീകരിക്കേ പറ്റൂ. അതെങ്ങനെ പ്രശാന്തതയോടെ അംഗീകരിക്കാൻ പറ്റും? അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ബാക്കിയുള്ള പാരമ്പര്യങ്ങളിൽ കൂടെ വരുന്ന ആ ത്യാഗ മനോഭാവം മനസ്സിന്റെ ഉള്ളിൽ വരും. ഇതൊരു സ്ലോലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന ഒരു സംസ്കാരമായി മാറും. പണ്ട് എല്ലാത്തിനെയും എതിർക്കുകയും എല്ലാത്തിനെയും വേറൊരു രീതിയിലാണ് കണ്ടിരുന്നതെങ്കിൽ ആ കാണുന്നത് നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്കുള്ള ചെറിയൊരു മാറ്റം സംഭവിച്ചു തുടങ്ങും. മാറുന്നെന്ന് ഞാൻ പറയുന്നില്ല, സംഭവിച്ചു തുടങ്ങും. അത് പക്ഷെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നമ്മളതിനെ പരിപോഷിച്ചുകൊണ്ട് പോകണം. വി ഷുഡ് ഫോസ്റ്റർ ഇറ്റ് ഫർദർ അതിനെ വളർത്തണം. നമ്മളതിനെ ഒരു മകനെ വളർത്തുന്ന പോലെ വളർത്താം. നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ വളർത്തി വരുമ്പോൾ അതിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ട വീണ്ടും ഈ പറഞ്ഞ പോലെ 1, 2, 3 പടികളുടെ ചില കാര്യങ്ങളാണ്. മുൻവിധികളെ പാടില്ല, മുൻവിധികളെ മാറ്റിവെക്കാൻ പറയുന്നു, തുറന്ന മനസ്ഥിതിയോടുള്ള സമീപനം പറയുന്നു. ഇങ്ങനെയൊക്കെ വേണം. ഇതൊക്കെ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ 4-ാം പടി, 5-ാം പടി. അപ്പൊ എനിക്കിതൊന്നും പറ്റില്ല എന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന സമയത്ത് 4-ഉം 5-ഉം പടികളെ കുറിച്ച് എങ്ങനെ ചെയ്യണമെന്ന് ഉത്കടമായ ആഗ്രഹം. അപ്പോഴാണ് കൃത്യമായിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരാള് ഡിസർവിങ് ആവുന്നത്, അല്ലെങ്കിൽ എലിജിബിൾ ആവുന്നത്. നമ്മൾ സാറിന് പറയില്ലേ, 10-ാം ക്ലാസ് പാസ്സായ എന്താ പറയാ +1 അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിൾ ആവുന്ന, യോഗ്യരാവുന്ന. അല്ലെങ്കിൽ +2 പാസ്സായാലേ ഹയർ സെക്കൻഡറി കഴിഞ്ഞാലേ ഡിഗ്രിക്ക് ചേരാൻ പറ്റുള്ളൂ. അതുപോലെ ആ എലിജിബിലിറ്റി കണ്ടീഷൻസ് വരുന്നത് മനസ്സിന്റെ ഉള്ളിൽ ഉത്കടമായൊരു ആഗ്രഹം. അപ്പൊ ഇത് അതുകൊണ്ടാണ് 1-ഉം 2-ഉം പടികൾ നമ്മൾക്ക് നമ്മളുടെ ബോധതലത്തിൽ വർക്ക് ചെയ്യുന്നത്. 3-ാമത്തെ പടി മനസ്സുകൊണ്ട് പ്രവർത്തിക്കേണ്ടത്. ഇത് രണ്ടും കൂടി അത് ഒരു ലെവല് വരെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് നമ്മളുടെ യഥാർത്ഥ പ്രവർത്തനങ്ങളായിട്ടുള്ള 4 മുതലുള്ള മറ്റു പടികൾ ചെയ്യാൻ പറ്റും. 4-ാം പടി മുതൽ എഴുതി ചെയ്യേണ്ടതാണ്, അത് നമ്മൾ പ്രവർത്തിക്കുന്നത്. 5-ാം പടി നമ്മൾ പറയേണ്ടതും നമ്മൾ ഷെയർ ചെയ്യേണ്ടതും. 6-ഉം 7-ഉം പടി വീണ്ടും ഇതിനെ മനസ്സിലേക്ക് എടുത്തിട്ടും ചിലത് പ്രവർത്തിക്കേണ്ടതും, അവർ 8-ഉം 9-ഉം പടികളും പ്രവർത്തിക്കേണ്ടതും ഒക്കെയാണ്. 10-ാം പടി പിന്നെ ഇതിനെല്ലാം നിരന്തരമായിട്ട് കൊണ്ടു നടക്കേണ്ടതാണ്. അപ്പോഴേ നമ്മളൊരു ലെവലിൽ എത്തുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോ ഈ 10-ാം പടിയില് അവിടെ എത്തുമ്പോ എന്താണ് സാധാരണ സംഭവിക്കുക? നമ്മള് 81-ാമത്തെ പേജ്, സോറി, അതെ, 81-ാമത്തെ പേജില്
ലാസ്റ്റ് ബട്ട് വൺ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള അവസാനത്തെ വരികൾ നോക്കാം. നമ്മുടെ പ്രഭാത ധ്യാനങ്ങളിൽ ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ദയയ്ക്കും സ്നേഹത്തിനുമുള്ള മാർഗം കാണിച്ചു വരുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ രൂപം മാറി തുടങ്ങും. ഇതിൽ വരുമ്പോ എന്താണ്? ഈ പ്രാർത്ഥനയുടെ രൂപം മാറുന്നത് തന്നെ ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് ആണ്, വ്യക്തിത്വത്തിൽ വരുന്നൊരു മാറ്റമാണ്. മറ്റേ ഞാൻ എൻ്റെ സില്ലി ആയിട്ടുള്ള പെറ്റി തിങ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ അതിനല്ല പ്രാർത്ഥിക്കുന്നത്. മാറിയോ? ഓക്കെ. ഇനി അത് തന്നെ 83-ാമത്തെ പേജിലെ മുകളിലത്തെ പാരഗ്രാഫിൽ പറയാം. ഈ ചിന്ത ഞങ്ങളെ 10-ാമത്തെ പടിയിലേക്ക് കൊണ്ടുവരുന്നു. എന്താ നോക്കാം. നാം മുന്നോട്ട് പോകുമ്പോൾ പറ്റുന്ന തെറ്റുകൾ ശരിയാക്കുക എന്നും വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തൽ തുടരുക എന്നതുമാണ് അത് അനുശാസിക്കുന്നത്. അതായത് 4 മുതൽ 9 വരെയുള്ള പടികളെ വീണ്ടും ആവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഞങ്ങൾ ശുചീകരിച്ചപ്പോൾ ഈ തരത്തിലുള്ള ജീവിത രീതി ഊർജ്ജസ്വലമായി ഞങ്ങൾ ആരംഭിച്ചു. അപ്പൊ ആ 6-7 പടികളിൽ എത്തി കഴിഞ്ഞപ്പോഴേക്കും ഊർജ്ജസ്വലരായി. ശുചീകരണം പിന്നെയും ബാക്കിയുണ്ട്, 8ഉം 9 പരിഹാരം ചെയ്യലും കൂടി. അപ്പൊ അതും കൂടി ഞങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്തുണ്ടായി? ഞങ്ങൾ വളരെയധികം ഊർജ്ജസ്വലരായി. ഈ തരത്തിലുള്ള ജീവിത രീതി ഊർജ്ജസ്വലമായി ഞങ്ങൾ ആരംഭിച്ചു. അവിടെ ആരംഭിച്ചു എന്ന് പറയുന്നുള്ളൂ. ഞങ്ങൾ ആത്മീയതയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇത് പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച്. ആത്മീയത എന്താണെന്നറിയാത്ത ഒരു മനുഷ്യൻ ആത്മീയത ലോകത്തിലേക്ക് പ്രവേശിച്ചു. ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത കർത്തവ്യം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, കർത്തവ്യം. ഇത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടരണം. സ്വാർത്ഥതയും സത്യമില്ലായ്മയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരുന്നു. ഈ നിരീക്ഷണം ആണ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ബി വിജിലന്റ്. എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് വരും എന്ന് മാത്രമല്ല, ആ പേഴ്സണാലിറ്റി ചേഞ്ച് കൂടെ ദൈനംദിനമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, ഹ്യൂമിലിറ്റി, ടോളറൻസ്, അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ നമ്മളുടെ ഉള്ളിൽ തന്നെ വന്ന് നിറയും. നമ്മൾ അറിയാണ്ട് തന്നെ നിറയും. അതൊക്കെ സ്നേഹമായിട്ട് പ്രതിഫലിക്കും. അൺകണ്ടീഷണൽ ലവ് ആയിട്ട്. എല്ലാവരെയും സഹിഷ്ണുതയോടുകൂടിയും ക്ഷമയോടുകൂടി കാര്യങ്ങൾ കാണാൻ പറ്റും. ഒക്കെ കാണാൻ പറ്റും. അതൊരു വലിയ ഒരു ക്വാളിറ്റി ആയി മാറും. നമുക്ക് അപ്പോഴാണ് നമുക്ക് എന്ന് ഞാൻ പറയാൻ പാടില്ല, എന്നെ പോലുള്ളവർക്ക് അപ്പോഴാണ് ഈ സമൂഹത്തിലെ എന്താ പറയാ, വ്യക്തിയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ സിറ്റിസൺ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിലത്തെ ഒരു പൗരനായിട്ട് മാറാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഞാനതായിരുന്നില്ല. ഇന്ന് ഞാൻ ലോകത്തിലൊരു പൗരനായി എനിക്ക് ജീവിക്കാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എനിക്ക് വന്ന പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് ആണ്. സമഗ്രമായിട്ടുള്ള വ്യക്തിത്വത്തിൽ വന്ന പരിണാമമാണ്. ആ പരിണാമം ആണ് തുടർന്നു കൊണ്ട് പോകാനായിട്ട് എനിക്ക് ബാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ വായിച്ചത്. ഇത് ഒറ്റ രാത്രി കൊണ്ട് വരില്ല എന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഇത് നമ്മൾ തുടർന്നുകൊണ്ട് പോവുകയും വേണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ജ്വാല മീറ്റിങ്ങുകൾക്ക് എല്ലാവിധ ആശംസകളും. നന്ദി. ഇന്ന് ഇതേപോലെ രാമേട്ടൻ രാവിലെ ഉച്ചയ്ക്ക് വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞതിന് ഈ ഒരു ടോപ്പിക്ക് എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഇന്ന് കുറെ ചിന്തിക്കാൻ പറ്റി. എന്റെ ഷെയറിങ്ങിൽ കൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ, എന്റെ പഴയ കാര്യങ്ങൾ പറയാൻ പറ്റി. അതിനൊക്കെ നന്ദി. കേട്ടിരുന്ന എല്ലാവർക്കും അതിനേക്കാൾ വലിയ നന്ദി. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം രക്ഷിക്കട്ടെ. ദൈവത്തിന് നന്ദി. താങ്ക് യു.